Avengers! Assemble. ലോക്കി സീസൺ 1 എൻഡ് ചെയ്യുന്ന സമയത്ത് ലോക്കി ടി വി ഒരു ഏജന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സിൽവി കാങ്കിനെ കൊന്നപ്പോൾ തന്നെ ലീവിയെ മൊത്തം റീസെറ്റായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ടി വിയെ ഉള്ളൂ തോന്നുന്നു മൾട്ടിവേഴ്സിൽ. പക്ഷേ ലോക്കി സീസൺ 2 വന്നാൽ ലോക്കി പിന്നെ പ്രസന്റിലായിട്ടുണ്ട്. ലോക്കി സീസൺ 1 തന്നെ ക്യാങ് സിൽവിയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ പോലെ ഒരു ചെറിയൊരു വേർഷനെ നീ കണ്ടിട്ട് ഇത്രയും പേടിക്കണമെങ്കിൽ എന്നെക്കാട്ടി ഈവിളായിട്ടുള്ള പല വേരിയൻസിനെ കാണുമ്പോൾ നീ എന്തുമാത്രം പേടിക്കാൻ കിടക്കുന്നു. പക്ഷേ നമ്മുടെ സിൽവി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്യാങ്ങിനെ കൊന്നു കളയുന്നുണ്ട്. അപ്പോൾ തന്നെ എന്ത് പറ്റി, ടി വി റീസെറ്റ് ആയും ചെയ്തു. പുതിയൊരു ക്യാങ്ങിൻ്റെ വേരിയൻ്റ് വന്ന് ടി വിയെ ടേക്ക് ഓവർ ചെയ്തു. ഇതാണ് സംഭവിച്ചത് സീസൺ 1. എന്തായാലും പുതിയ ടി വിയെ ടേക്ക് ഓവർ ചെയ്ത ക്യാങ് എന്തായാലും വില്ലൻ തന്നെയായിരിക്കും. ലോക്കി സീസൺ 1 തന്നെ ലോക്കി അവസാനം വന്ന ആ പുതിയ ക്യാങ്ങിൻ്റെ സ്റ്റാച്ചു കണ്ട് ലോക്കിനെ പേടിക്കുന്നുണ്ട്. പിന്നെ ഗായ്സ്, ആ ഒരു സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ കോമിക് ബുക്ക് അക്യുറേറ്റ് തന്നെയാണ്. പിന്നെ കെവിൻ ഫൈഗിൻ്റെ പല ഇൻ്റർവ്യൂയിലും പറയുന്നുണ്ട് നമ്മുടെ ലോക്കി സീസൺ 2 വരാൻ പോകുന്ന ക്യാങ് എന്ന് പറഞ്ഞാൽ കോമിക് ബുക്ക് അക്യുറേറ്റ് തന്നെയാണെന്ന്. കെവിൻ ഫൈഗി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും ആ ഒരു ക്യാങ്ങിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കൊടു വില്ലൻ തന്നെയായിരിക്കും. ഇതിലൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടി വി മെമ്പേഴ്സ് എല്ലാവരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ ടി വിയെ ക്രിയേറ്റ് ചെയ്ത് ടൈം കീപ്പേഴ്സ് എന്നൊരാളാണെന്ന്. പക്ഷേ പുതിയൊരു ക്യാങ് ടി വിയെ ടേക്ക് ഓവർ ചെയ്ത ശേഷം ക്യാങ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വേണ്ടിയാണ് ക്യാങ് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ അവിടെ എല്ലാ ടി വി മെമ്പേഴ്സിനും അറിയാം ക്യാങ് ആണ് ടി വിയെ ക്രിയേറ്റ് ചെയ്തതെന്ന്. പക്ഷേ മൾട്ടിവേഴ്സ് ലെവലിൽ ടി വി ഒന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ടി വിയിലുള്ള എല്ലാ ആൾക്കാരും എങ്ങനെ ഇത്രയും മെമ്മറി ഇറേസ് ചെയ്യപ്പെട്ടു എന്ന് പറയാനില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് സീസൺ 2 തന്നെ കിട്ടും. സീസൺ 1 തന്നെ ലോക്കി ഓടിച്ചത് മോബീസ് പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തായാലും ഈ ടൈം ലൈൻ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കുന്നത് തന്നെ മോബീസും D15 ലോക്കി ആരാണ് പോലും അറിയത്തില്ല. അപ്പോൾ തന്നെ മോബീസ് ലോക്കിയോടെ പറയുന്നുണ്ട്, നീ എവിടെ നിന്ന് വന്നത്, നീ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലോക്കി സീസൺ 2 സേക്രഡ് ടൈം ലൈനെ പറ്റി കാര്യം ഡിസ്കസ് ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം ഇൻകർഷൻ ഈവൻറ്റ് പറ്റിയായിരിക്കും ചിലപ്പോൾ ലോക്കി സീസൺ 2 മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇൻകർഷൻ ഈവൻറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ ഇൻകർഷൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ ഗൈസ് പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്, അറിയാത്തവർ. അപ്പം നമ്മുടെ ഇൻകർഷൻ ഇവൻ്റെ ടോപ്പിക്ക് നമ്മുടെ റീചാർജ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലോക്കി ആക്ടർ ടോം ഹിഡൻസൺ തന്നെ പല ഇൻ്റർവ്യൂവിലും ചില അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ, എല്ലാ കാസ്റ്റ് മെമ്പേഴ്സും സീസൺ 1 എല്ലാവരും സീസൺ 2 റിട്ടേൺ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കിങ് ലോക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അലിയോത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കിങ് ലോക്കി മരണപ്പെടുന്നത്. അതൊന്നും കൂടാതെ തന്നെ പുതിയ കാസ്റ്റുകളും ഒരുപാട് പേര് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണെന്ന് നമ്മുടെ ടോം ഹിഡൻസൺ തന്നെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ പല ഹീറോസിൻ്റെ ക്യാമിയോസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ സീസൺ 1 തന്നെ നമ്മുടെ ത്രോഗിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട് ഗൈസ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സീസൺ 2 ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ തോറിൻ്റെ പല വേർഷൻസ് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ടി വിയുടെ തന്നെ ഒരു ഹെഡായ റെനോവയെ കാണുന്നുണ്ട്. റെനോവ മിക്കവാറും എനിക്ക് തോന്നുന്നത് സീസൺ 2 വില്ലനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കോമിക് ബുക്കിൽ റെനോവ ലെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ്. സീസൺ 1 എന്താ ഞാൻ ഫ്രീ വില്ല് തേടി പോകുന്നതാണൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ടി വി ഇനി കംപ്ലീറ്റ് എല്ലാ ആൾക്കാരുടെ മെമ്മറി പോയതുകൊണ്ട് ചിലപ്പം റെനോവ ലെൻസറിൻ്റെ മൈൻഡും കംപ്ലീറ്റ് പോയി കാണും. അറിയത്തില്ല എന്താണെന്ന്. നമ്മൾ സീസൺ 2 വന്നാലേ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ലോക്കി സീസൺ 2 ഫസ്റ്റ് ലുക്ക് പിക്ക് എങ്ങനെ ലീക്ക്ഡ് ആയെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോക്കി സീസൺ 2 ക്യാമറമാൻ തന്നെ അറിയാതെ എടുത്തുനിന്ന് പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ പുള്ളിക്കാരാണ് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ അത് ട്രെൻഡായി വൈറലായി മാറി. ഇനി ഏത് വേർഷൻ ഓഫ് ക്യാങ് ദി കോങ്കറാണ് ഇനി ആൻഡ്മാൻ ക്വാണ്ടമേനിയിൽ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കെവിൻ ഫൈഗിനെ പറയുന്നുണ്ട്, ക്യാങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും താനോസ് ലൈക്ക് വില്ലനായിട്ട് വരത്തില്ല എന്ന് കെവിൻ ഫൈഗി ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കി സീസൺ 2 മുമ്പ് വരണത് നമ്മുടെ ആൻഡ്മാൻ ക്വാണ്ടമേനിയിലാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ക്ലിയർ ആയിട്ട്. ആൻഡ്മാൻ ക്വാണ്ടമേനിയെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ ലാഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വേർഷൻ ഓഫ് ക്യാങ് തന്നെയാണ്. പിന്നെ അയൺ ലാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർലി ക്വീൻ നമ്മുടെ MC തന്നെ ഓൾറെഡി എക്സിസ്റ്റ് തന്നെയാണ്. അറിയത്തില്ല, എന്തായാലും അയൺ ലാഡ് എന്നൊരു ക്യാരക്ടർ സീക്രട്ട് വാർസിൽ കൊച്ചു മേജർ റോൾ കോമിക്സിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അറിയത്തില്ല. ഇനി ഈ പോക്കൊക്കെ എങ്ങനെ പോയാലും നമുക്ക് എങ്ങനെ ഹണിച്ചും കുളിച്ചൊക്കെ നോക്കിയാലും വരാൻ പോകുന്ന സീക്രട്ട് വാർസ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വീഡിയോ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഫാൻ തിയറീസ് ഒക്കെയാണ്. സോ ഗൈസ്, ഇത് എത്രത്തോളം TV സീരീസ് വരും നമുക്ക് അറിയത്തില്ല. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. സോ ഗൈസ്, നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഗൈസ്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ലോക്കി ഫാൻസ് ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.